SSFൻ്റെ സാഹിത്യ പുരസ്കാരം ഏറെ സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നു. വളരെ ദീർഘമായ ഒരു മറുപടി പ്രസംഗമൊന്നും ഈ അവസരത്തിൽ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയാം എന്ന് മാത്രമേ ഉള്ളൂ. എഴുത്തും വായനയും അതുൾപ്പെടുന്ന സർഗാത്മകമായ ഇടങ്ങളുമൊക്കെ വലിയ തോതിൽ നിയന്ത്രിക്കപ്പെടുകയും അധികാരികളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പുനർനിർമ്മിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചീത്ത കാലത്താണ് നമ്മൾക്ക് ജീവിക്കേണ്ടി വരുന്നത്. നമ്മുടെ രാജ്യത്ത് പുസ്തകങ്ങൾ നിരോധിച്ചതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്ക് മുമ്പ് സംസാരിച്ചിരുന്നവരെല്ലാം അതിനെപ്പറ്റി വിശദമായിട്ട് പറയുകയും ചെയ്തു. 21-ാം നൂറ്റാണ്ട് മനുഷ്യ സമൂഹത്തിന് പലതരത്തിലുള്ള സൗകര്യങ്ങളും സാധ്യതകളും ടെക്നോളജിയുടെയൊക്കെ സാധ്യതകളും ഒക്കെ നൽകുന്ന സമയത്ത് തന്നെ മനുഷ്യത്വത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള സങ്കല്പങ്ങൾക്ക് വലിയ തോതിൽ പരുക്കുകളേൽക്കുന്നൊരു കാലമായിട്ട് മാറും. സമൂഹം നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ വലിയ തോതിൽ പോളറൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലമായിട്ട് മാറും. ഹിംസയുടെ ഒരു ക്യാൻസർ പോലെയുള്ള കടന്നു കയറ്റം മറ്റുള്ള മുന്നേറ്റങ്ങളെയെല്ലാം അപ്രസക്തമാക്കുന്ന തരത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഞാൻ വളരെ പെസിമിസ്റ്റായിട്ട് സംസാരിക്കുകയാണെന്ന് നിങ്ങൾ ദയവായിട്ട് ധരിക്കരുത്. മനുഷ്യരെക്കുറിച്ച്, മനുഷ്യ നന്മയെക്കുറിച്ച് പ്രതീക്ഷ വെച്ച് പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന ഈ മനുഷ്യ സമൂഹം തൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ പലപ്പോഴും ഭയം തോന്നുന്നു. അവർ ചെറിയൊരു ശതമാനമായിരിക്കാം, ഭൂരിപക്ഷം ആളുകൾ അങ്ങനെയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അടുത്ത കാലത്ത് തന്നെ ഏറ്റവും വിഷമിപ്പിച്ച, അല്ലെങ്കിൽ മനുഷ്യനെന്നുള്ള നിലയിൽ തന്നെ ലജ്ജ തോന്നിയ ഒരു സംഭവം കോവിഡ് മഹാമാരിക്ക് ശേഷം, കോവിഡിൽ നിന്ന് വാക്സിനൊക്കെ കണ്ടെത്തി കഷ്ടിച്ച് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാവുന്നൊരവസ്ഥയായിട്ട് ഒരു സൂക്ഷ്മാണുവിൻ്റെ മുമ്പിൽ മനുഷ്യവംശമാകെ വിറച്ചു നിന്ന ഒരു കാലം കഴിഞ്ഞിട്ട് കഷ്ടിച്ച് രക്ഷപ്പെടുന്നേ ഉള്ളൂ. ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ രാജ്യത്തും മരണപ്പെട്ടു. നമ്മൾക്കതിന് സാക്ഷിയായിട്ട് നിൽക്കേണ്ടി വന്നു. മറ്റൊരു മനുഷ്യനെപ്പോലെ നമ്മളിലേക്ക് അസുഖം പകർത്താൻ വരുന്ന ആളാണോ എന്ന് ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ നമ്മൾ കടന്നുപോയൊരു കാലമാണ്. പക്ഷെ അത് കഴിഞ്ഞ് കഷ്ടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴേക്കും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനോട് യുദ്ധം പ്രഖ്യാപിച്ച വാർത്ത നമ്മൾക്ക് വായിക്കേണ്ടി. റഷ്യ ഉക്രൈനോട് യുദ്ധം പ്രഖ്യാപിക്കും. ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ തീരെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന യുദ്ധം ഇപ്പോഴും അതിൻ്റെ പല രൂപത്തിൽ തുടരുകയാണ്. ലോകത്തിൽ പല ഇടങ്ങളിലേക്കും പല രാജ്യങ്ങൾ തമ്മിൽ, ചിലതൊക്കെ നമുക്ക് തീരെ, ഇപ്പം ഞാൻ ഏറ്റവും അവസാനം വായിച്ചൊരു വാർത്ത, തായ്ലൻഡ് കംബോഡിയയുമായിട്ട് യുദ്ധം നടന്നു. അവിടെ ഇത്രയും കാലം ഒരു യുദ്ധം ഉള്ളതായിട്ട് എനിക്കറിയില്ലായിരുന്നു. എന്തിനാണ് ആ യുദ്ധം എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഫലസ്തീനിൽ ആയിരക്കണക്കിന് നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ അതിക്രൂരമായിട്ട് കൊല്ലപ്പെടുന്നു, പട്ടിണിക്കിരയാക്കപ്പെടുന്നു, വലിയ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നു. അത് മറ്റിടങ്ങളിൽ ഇതുപോലെയൊക്കെ തന്നെയാണ്. ഒരു സ്ഥലത്തുനിന്ന് യുദ്ധം അവസാനിക്കുന്നു എന്ന സംശയം തോന്നുമ്പോഴേക്കും മറ്റേതെങ്കിലും ഒരിടത്ത് ഇത് ആരംഭിക്കുന്നതാണ് കാണും. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എപ്പോഴും യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ ഭരണാധികാരികൾ, പല ഭരണാധികാരികൾ നമ്മളെ മനുഷ്യരിലുള്ള എല്ലാ പ്രതീക്ഷകളും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്.
അവരൊക്കെ എങ്ങനെയാണ് ഭരണാധികാരികളായത്, എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഗതികേടിലേക്ക് ഈ ലോകം എത്തിയത് എന്ന് നമ്മൾക്ക് അത്ഭുതം തോന്നും. മനുഷ്യൻ മറ്റ് പല തരത്തിൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലൂടെ മറ്റ് പല രീതികളിലൂടെ സാധ്യമാക്കിയ മുന്നേറ്റങ്ങളെയെല്ലാം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പിന്നോട്ടടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ഒന്ന് എന്ന് ചിന്തിക്കാനുള്ള ആ വഴികളിൽ നിന്ന് വിട്ട് പലപ്പോഴും പരസ്പരം ഭിന്നിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ, അധികാരത്തിൻ്റെതായ താല്പര്യങ്ങളാണ്. ജാതിയുടെയും മതത്തിൻ്റെയും മറ്റ് തരത്തിലുള്ള വിഭാഗീയതയെയും ദേശീയതയുടെ പേരിലുള്ള വിഭാഗീയതയും പലതരത്തിലുള്ള ഇതൊക്കെ വിതച്ച് അധികാരം കൊയ്തെടുക്കുന്ന ഒരു നികൃഷ്ടമായിട്ടുള്ളൊരു കാലത്ത് നമുക്ക് ജീവിക്കേണ്ടി വരികയാണ്. അങ്ങനെയുള്ളൊരു സമയത്തൊരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരിക്ക് തൻ്റെ മുമ്പിലുള്ള എഴുത്ത് എന്നുള്ളൊരു പ്രോസസ്സിൽ മുന്നോട്ട് പോവുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എഴുത്തൊരു ഹോബിയായിട്ടോ ഒഴിവ് സമയ വിനോദമായിട്ടോ ഒക്കെ കണക്കാക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എഴുത്തിനെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രവർത്തനമായി കണക്കാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നൊരു കാലമാണ്. അങ്ങനെ ഒരു കാലത്ത് എഴുതാൻ ശ്രമിക്കുന്ന കൃതികളെ വായിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും നല്ല രീതിയിൽ അത്തരം സംവാദങ്ങളുടെ ഒരു തുറസ് സമൂഹത്തിൽ നിലനിർത്താനുമൊക്കെ ശ്രമിക്കുന്ന SSMന്റെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് വളരെ നന്നായിട്ട് വായിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. എനിക്ക് വാസ്തവത്തിൽ അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇത്ര ഗൗരവമായിട്ട് വായിക്കുക മാത്രമല്ല, ആ വായിച്ച കാര്യങ്ങളെക്കുറിച്ച് അതേ ഗൗരവത്തോടു കൂടി തന്നെ സംസാരിക്കാൻ കഴിയുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഒരു സംഘമാണ് SSF എന്നത് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. എൻ്റെ വ്യക്തിപരമായ ചില അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ അത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ എഴുത്തിലേക്കൊക്കെ വളരെ വൈകി വന്നൊരാളാണ്. ആദ്യകാലത്ത് സാഹിത്യമായിട്ടൊന്നും അത്ര ബന്ധമില്ലാതെ കണക്കും സയൻസിലൊക്കെ താല്പര്യമായിട്ട് അങ്ങനെ ജീവിച്ചിരുന്ന, ഇപ്പം നേരത്തെ KC സാറ് പറഞ്ഞ പോലെ ഒരു റെയിൽവേ ജീവനക്കാരനായിട്ട് ജോലി ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും റെയിൽവേയിലായിരുന്നു. അതിൽ ജീവിച്ചിരുന്ന വലിയൊരു ഭാഗം പാലക്കാടും പരിസര പ്രദേശങ്ങളിൽ ജീവിച്ച ഒരാളാണ്. ഞാൻ എഴുത്തിലേക്ക് വരുന്നത് എനിക്കൊരു 42 വയസ്സുള്ള സമയത്താണ്. അതുവരെ ഒരു കഥയോ കവിതയോ ലേഖനമോ ഒന്നും എവിടെയും അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുകയോ എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആൽഫ എന്നുള്ളൊരു നോവലാണ് ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷം നേരത്തെ എനിക്ക് മുമ്പേ സംസാരിച്ച 2 പേര് നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനെക്കുറിച്ചും കൂടെ ചിലത് പറയാമെന്ന് വിചാരിക്കും. ഞാൻ ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നു. 3.5 കൊല്ലത്തോളം കാലമാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. 2003 ശേഷം ഒരു 6-7 വരെയുള്ളൊരു കാലത്ത് ഞാൻ തൊഴിൽ സംബന്ധമായിട്ട് മദ്രാസിൽ സ്ഥിരമായിട്ട് താമസിക്കുന്നൊരു കാലമായിരുന്നു. ഞാൻ വാസ്തവത്തിൽ ഇതൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഒരാളല്ല. അതിന് കാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണിപ്പോൾ എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോട് സംസാരിച്ചിരുന്ന നാരായണൻ മാഷ്. KC നാരായണൻ എന്നൊരു പത്രാധിപർ ഭാഷാഭൂഷണിയുടെ ഉത്തരവാദിത്വത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ അഭിമുഖങ്ങളൊന്നും ചെയ്യുമായിരുന്നില്ല എന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ആൽഫ എന്നുള്ള നോവൽ എഴുതി കഴിഞ്ഞ് അത് റെയിൽവേയിൽ എൻ്റെ എഴുത്തിനൊക്കെ ഉണ്ടായിരുന്ന വൈശാഖം മാഷാണ് അതിനൊരു അവതാരികയൊക്കെ എഴുതി തന്നിരുന്നത്. ആ പുസ്തകത്തിൻ്റെ കോപ്പി മാഷക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് പോയ സമയത്ത് അത് വാങ്ങി ഒക്കെ മറിച്ച് നോക്കിയതിന് ശേഷം മാഷ് എന്നോട് ചോദിച്ചു, ഇനി എന്താ പരിപാടി എന്ന്. അപ്പോൾ മാഷക്കറിയാം ഞാൻ ഒരു സാധനം ഒരു ആനുകാലികത്തിൽ എഴുതി പബ്ലിഷ് ചെയ്യാത്ത ഒരാളാണ്. അപ്പം ഞാനന്ന് വാസ്തവത്തിൽ ഈ ആൽഫ പ്രസിദ്ധീകരിച്ച സമയത്ത് തന്നെ കച്ചവട മുതലാളിത്തത്തിൻ്റെ ഒരു
വയലൻസിനെ കുറിച്ചൊരു പുസ്തകം എഴുതണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചു. ഇട്ടിക്കോരാന്നുള്ള രൂപത്തിലേക്കൊന്നും അത് എത്തിയിട്ടില്ല. പിന്നീടാണ് അതൊക്കെ സംഭവിക്കുന്നത്. അപ്പം ഞാൻ മാഷോട് പറഞ്ഞ ഒരു ഈ കച്ചവടവും അതുമായിട്ട് ബന്ധപ്പെടുന്ന വയലൻസുമായി ബന്ധപ്പെട്ടൊരു പുസ്തകമാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് അന്വേഷണങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ ആവശ്യമുള്ളൊരു കൃതിയാണ്. കുറച്ച് കാലമാവോ അത് ചെയ്യാൻ. അപ്പോൾ മാഷ് എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളൊരു 4-5 കൊല്ലം എടുത്തിട്ടായിരിക്കും. ഈ ആൽഫ എഴുതാൻ തന്നെ 4-5 കൊല്ലം എടുത്ത ആളാണ് ഞാൻ. അപ്പോൾ അടുത്ത പുസ്തകമായിട്ട് വരുന്നത്. അപ്പോൾ ഈ വായനക്കാർക്ക് ഇങ്ങനെ ഒരാളുണ്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, എന്തെങ്കിലുമൊക്കെ മാസികകളിലൊക്കെ എഴുതണം. നിങ്ങളെന്തായാലും മദ്രാസിലല്ലേ ഉള്ളത്. അപ്പോൾ തമിഴ് സാഹിത്യത്തിനെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ നന്നായിരിക്കുന്നു. എനിക്ക് കുറേ തമിഴ് എഴുത്തുകാരൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് മാഷക്കറിയാം. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അന്ന് വൈകിട്ട് ഞാൻ മദ്രാസിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള ട്രിവാൻഡ്രം ചെന്നൈ മെയിലിലാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ വണ്ടി കിടക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ച്, ഈ വൈശാഖ മാഷ് പറഞ്ഞ് ശരിയാണല്ലോ, എന്തെങ്കിലും എഴുതിയാൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നി. തമിഴിലെ പ്രശസ്തനായ ഒരു കവി എൻ്റെ ഒരു സുഹൃത്തായിട്ടുണ്ട്. മനുഷ്യപുത്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മനുഷ്യപുത്രൻ ആ വർഷം സംസ്കൃതി അവാർഡ് എന്ന് പറഞ്ഞ് 35 വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന വലിയൊരു അംഗീകാരം കിട്ടിയിട്ടുള്ള ആളാണ്. എൻ്റെ ഒരു സുഹൃത്താണ്, തമിഴിലെ നല്ലൊരു പോയറ്റാണ്. അതിലുപരി വലിയ ഒരു ഫിസിക്കൽ ഡിസബിലിറ്റിയെ നേരിട്ട് കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. വീൽ ചെയറിലിരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നി, എന്തായാലും ഈ മനുഷ്യപുത്രനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഒരു സാധ്യത മനസ്സിൽ തോന്നി. അതിനു മുമ്പും നേരത്തെ ഗോപകൃഷ്ണൻ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ തോന്നാറുള്ളൊരു കാര്യം, നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശത്തെ ഒരു ഭാഷയിലെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയാതിരിക്കുകയും ഒരുപാട് ദൂരെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുകയും ചെയ്യുന്നതിലൊരു ശരികേട് എനിക്ക് തോന്നി. തമിഴിൽ പുതിയ പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ടെന്നും അതൊക്കെ നമ്മൾക്ക് കൂടി അറിയേണ്ടതാണെന്നൊക്കെ തോന്നിയിരുന്നൊരു സമയമാണ്. അപ്പം ഞാൻ ചെന്നൈയിൽ ചെന്നതിന് ശേഷം എൻ്റെ ഈ സുഹൃത്ത് മനുഷ്യപുത്രനെ, ഹമീദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഹമീദിനെ പോയി കാണുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നു, ഇങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി സൂചിപ്പിക്കുന്നു. ഞാൻ ഒരു ലേഖനം പോലെ എഴുതാമെന്നാണ് വിചാരിച്ചിരുന്നത് ആദ്യം. അപ്പോൾ ഹമീദ് തന്നെയാണ് എന്നോട് പറഞ്ഞത്, അത് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇൻ്റർവ്യൂ ആണെങ്കിൽ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റും, നിങ്ങൾക്കതനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ഒരുവിധം വായിച്ചിട്ടുള്ള ആളാണ്. ഈ അദ്ദേഹത്തിൻ്റെ ഒരു ഉയർമ എന്നും പറഞ്ഞിട്ടൊരു പ്രസിദ്ധീകരണമുണ്ട്, അതിനെ പറ്റിയിട്ടൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അങ്ങനെ ആവാമെന്ന് പറഞ്ഞ് തിരിച്ച് താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ഒരു 1-2 ആഴ്ച കൊണ്ടാണ് ഒരു ചോദ്യാവലി തയ്യാറാക്കിയിട്ട് ഞാൻ പിന്നീട് അദ്ദേഹത്തിനെ പോയി കണ്ട് ഈ ചോദ്യങ്ങളൊക്കെ കൊടുത്തത്. പക്ഷേ അതിന് ഉത്തരം പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതുവരെ പരിചയമുള്ള തമിഴിലല്ല, കുറച്ചും കൂടെ ഗൗരവമുള്ളൊരു തമിഴിലാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി ഈ അഭിമുഖം എഴുതി തയ്യാറാക്കിയിട്ട് ഞാൻ ഭാഷാഭൂഷണിയിലേക്ക് KC സാറിനാണ് അയച്ചു കൊടുക്കുന്നത്. അദ്ദേഹം അടുത്ത ലക്കത്തിലോ മറ്റേ അത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ പ്രസിദ്ധീകരിച്ചു. ഭാഷാഭൂഷണിയിൽ മനുഷ്യപുത്രൻ്റെ അഭിമുഖം അടിച്ചു വന്നു. അത് അടിച്ചു വന്നപ്പോൾ എനിക്കും വലിയ സന്തോഷം തോന്നി. ഞാൻ അതിൻ്റെ ഒരു കോപ്പി വാങ്ങിയിട്ട് ഹമീദിനെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. ഒരാഴ്ചയായിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പോസ്റ്റ് കാർഡിൽ KC സാറിൻ്റെ ഒരു കത്ത് വന്നു. ആ കത്തിൽ എഴുതിയിരുന്ന വാചകങ്ങളാണ് തുടർന്ന് ഉള്ള ഈ ട്രാൻസ്ലേഷൻ അഭിമുഖമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനൊരു കാരണം. ഇനിയും തമിഴിൽ നിന്ന് അഭിമുഖങ്ങൾ ചെയ്തയക്കണം, പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കാം എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു 2-3 വാചകമുള്ളൊരു ചെറിയ കത്ത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ സുഹൃത്തിനോട് തന്നെ പറഞ്ഞു, ഇങ്ങനെ കത്ത് വന്നിട്ടുണ്ട്, ഇനിയും കൂടുതൽ അഭിമുഖങ്ങൾ ചെയ്ത് അയക്കണം എന്ന്. പിന്നെ അദ്ദേഹം നിർദ്ദേശിക്കുന്നതും എനിക്ക് പരിചയമുള്ളവരുമായിട്ട് ഉള്ള കുറേ ആളുകളുടെ അഭിമുഖങ്ങളാണ് പല മാസികകളിലായിട്ട്, ഭാഷാഭൂഷണം വിട്ടും മറ്റ് പല മാസികകളിലും വരുന്നുണ്ട്. മാധ്യമത്തിൽ വരുന്നുണ്ട്, മാതൃഭൂമിയിൽ വരുന്നുണ്ട്. തമിഴിലെ എഴുത്തുകാരെ ആയിട്ടുള്ള ഇൻ്റർവ്യൂ മാത്രമല്ല, അവിടെ പൊളിറ്റിക്കലായിട്ടുള്ള ആളുകളോട്, സിനിമയായിട്ട് ബന്ധപ്പെട്ടവരോട്, മറ്റ് പല മേഖലകളിലുള്ളവരുടെ ഒക്കെ ഇൻ്റർവ്യൂ ചെയ്യും. ഈ 3.5 കൊല്ലത്തിൽ ഏകദേശം 60ഓളം ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പിന്നെ ഇപ്പോൾ അടുത്തിടയ്ക്ക് ലോഗോസ് എന്ന് പറഞ്ഞൊരു പ്രസാധകർ 2 പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അന്ന്
തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കലൈഞ്ചർ കരുണാനിധി ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരുപാട് പേര് പല പല മേഖലകളിലുള്ള ആളുകൾ, തമിഴിലെ എഴുത്തുകാരായിട്ടുള്ള ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ അധികം ശ്രദ്ധിച്ചിരുന്നത്, നേരത്തെ ഗോപി കൃഷ്ണൻ പറഞ്ഞ പോലെ അവിടുത്തെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഏറ്റവും പുതിയ എഴുത്തുകാരുടെ, വളരെ വ്യത്യസ്തരായിട്ടുള്ള എഴുത്തുകാരുടെ കൃതികൾ ചെയ്യാനാണ്. ഈ അഭിമുഖങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ആരുടെയാണോ നമ്മൾ അഭിമുഖം ചെയ്തത് അവരുടെ കൃതികൾ, ചിലപ്പോൾ കവിതയോ ലേഖനമോ കഥയോ നോവലോ ഒക്കെ ആയിരിക്കാം, അതും കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇതും സംഭവിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ, ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും തന്നെ എനിക്ക് തോന്നി ഇത് നമ്മൾ വിചാരിച്ച കൈവിട്ട് പോകുന്ന സ്ഥിതിയാണ്. എന്ന് വെച്ചാൽ ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്ന നോവൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാത്ത ഒരവസ്ഥയിലായി. ഒരു മാഗസിൻ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ എടുത്ത് തരാൻ പറയുന്നു, അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മറ്റ് ഒരു മാഗസിൻ എന്ന് പറയുന്നു. ഞാൻ ഇതിൽ മാത്രം കിടന്ന് അഭിമുഖങ്ങളും പരിഭാഷകളിലുമായി എൻ്റേതായിട്ടുള്ള എഴുത്ത് ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കടുത്ത തീരുമാനം എടുക്കുകയാണ്, ഈ അഭിമുഖങ്ങളും ട്രാൻസ്ലേഷനും ഒക്കെ തൽക്കാലത്തേക്ക് നിർത്തിയിട്ട് ഈ എഴുതാൻ തുടങ്ങുന്ന നോവൽ, അതിനുള്ള പ്രിപ്പറേഷനൊക്കെ അതിൻ്റെ പാരലായിട്ട് നടന്നിരുന്നു. അതിൻ്റെ എഴുത്തിൻ്റെ ഒരു പ്രോസസ്സ് എനിക്ക് കിടക്കാൻ തീരുമാനിക്കും 2007 2007-08 കാലത്തായിട്ട് ഫ്രാൻസിസ് സിറ്റിക്കോര എന്നുള്ള നോവൽ പൂർത്തിയാക്കുന്നു. അത് പിന്നീട് പുസ്തകമായിട്ട് വരും. ഇത്രയും കാലത്ത് ഞാൻ ആകെ ട്രാൻസ്ലേഷനും അതേപോലെ ഇൻ്റർവ്യൂസൊക്കെ ചെയ്തിട്ടുള്ളൂ. ഈ പരിഭാഷകളും ഇൻ്റർവ്യൂകളും എന്നെ പിന്നീടൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞാൽ ആരെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, ആരുടെ കൃതിയാണ് പരിഭാഷപ്പെടുത്തുന്നത് വെച്ചാൽ ഒത്തിരി അതിന് വേണ്ടിയിട്ടുള്ള ഹോംവർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്, പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾക്കൊരു ഇൻഫോർമലായിട്ടുള്ളൊരു ലിറ്റററി എഡ്യൂക്കേഷൻ അതിൽ കൂടെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഭാഷയുടെ കാര്യത്തിൽ മറ്റു വിഷയങ്ങളുമായുള്ള ബന്ധം, അതിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു. എന്നെ തന്നെ എനിക്ക് കുറേയും കൂടെ നവീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ അത് സഹായിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു 3.5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അത് നിർത്തിയെങ്കിൽ പോലും ആ ഒരു കാലം പിന്നീട് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാൻ വേണ്ട പലതരത്തിലുള്ള ക്യാപിറ്റൽ എനിക്ക് തരുന്നുണ്ട്. ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളിലോ മറ്റു വിഷയങ്ങളിലോ ഒക്കെ. പിന്നീട് എഴുതാൻ തുടങ്ങി എട്ടിക്കോരയ്ക്ക് ശേഷം സുഗന്ധി വരുന്നുണ്ട്, അതുപോലെ മാമ ആഫ്രിക്ക എന്നൊക്കെ വരും. അപ്പം അതിൽ KC പറഞ്ഞതിലൊരു ചെറിയ തിരുത്ത് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ആദ്യകാലത്ത് പെട്ടിക്കോരയ്ക്ക് എഴുതുന്ന കാലത്ത് ഞാൻ കാര്യമായിട്ട് യാത്രയൊന്നും ചെയ്തിട്ടില്ല. അതിന് ശേഷം പിന്നെ പ്രത്യേകിച്ചും റെയിൽവേയിൽ നിന്ന് പോകുന്നതിനൊക്കെ ശേഷം ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. പല ഇടങ്ങളിലേക്ക് പോവുകയും എഴുത്തിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയൊക്കെ പോയിട്ടുണ്ട്. അന്വേഷണം ഏറ്റവും അവസാനമായിട്ട് പോയത് ബോട്സ്വാന എന്ന് പറഞ്ഞിട്ടൊരു രാജ്യത്തേക്കാണ്. ബോട്സ്വാനയിലേക്കും സിംബാബ്വേയിലേക്കുമാണ് ഏറ്റവും അവസാനമായിട്ട് പോയത്. അവിടെ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി. അത്തരങ്ങൾ ഇത് എഴുത്തിനെ ഈ യാത്രകൾ എത്ര കണ്ട് സഹായിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ പലതരത്തിൽ സഹായിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ പ്രത്യക്ഷമായിട്ട് നേരിട്ട് പോയിട്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് പോകാതെ വായിച്ചും മറ്റു തരത്തിലൊക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങളായിരിക്കും കുറച്ച്. നേരിട്ട് പോയാൽ ഇത്രയും നമ്മൾ അറിഞ്ഞെന്ന് വരില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ് സംഭവിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്തിൽ ഏറ്റവും പുതിയ ഒരു കാലത്തിനോടൊപ്പം ഏറ്റവും പുതിയ സമൂഹത്തിൽ വരുന്ന ഒപ്പമൊക്കെ പോകാനുള്ള എളിയ ശ്രമങ്ങളാണ്. അത് എത്രത്തോളം സാർത്ഥകമാകുന്നുണ്ടെന്ന് നിങ്ങളെപ്പോലുള്ള വായനക്കാർക്ക് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷെ കഴിയുന്നത്ര അതിനുള്ള ശ്രമം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. ഇപ്പം ഏത് രീതിയിലാണ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു പുസ്തകങ്ങൾ എഴുതിയാൽ മാത്രം പോരല്ലോ, അത് ആരിലേക്കാണ് ഈ പുസ്തകം എത്തുന്നത്, അവരെ ആ പുസ്തകം ഏത് തരത്തിലാണ് വായിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിൽ എത്തുമ്പോൾ വായനയുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് വലിയ പ്രലോഭനങ്ങൾക്കുള്ളിലിരുന്ന് പുസ്തകം വായിക്കുന്ന ഒരു കാലത്തേക്കാണ് മാറുന്നത്. മുൻകാലങ്ങളിലാണെങ്കിൽ ഇപ്പോൾ ഒരു വായനശാലയിൽ നിന്ന് ഞങ്ങളെപ്പോലുള്ളവർ 60-കളിലോ 70-കളിലോ ഒരു പുസ്തകം എടുത്ത് കൊണ്ടുവന്ന് വായിക്കുമ്പോൾ മറ്റൊരു കാര്യവും ഇതിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കാനില്ല. പക്ഷേ 21-ാം നൂറ്റാണ്ടിലൊരു വായനക്കാരൻ്റെ കയ്യിൽ കിട്ടുന്ന പുസ്തകം അവൻ മറ്റ് പലതരത്തിലുള്ള പ്രലോഭനങ്ങളുടെ ഉള്ളിൽ ഇരുന്ന് ആ പുസ്തകത്തിൽ തന്നെ എൻഗേജ്ഡ് ആയിരിക്കുക എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയും ഇതിന് പുറകിലുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാൽ അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം,
നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചിരുന്ന ഓരോരുത്തരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും കടന്നു പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. അത് നമ്മളെ വലിയ തരത്തിൽ പരിഭ്രമിപ്പിക്കുന്നുണ്ട്, വലിയ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് എഴുത്ത് അത്ര എളുപ്പമല്ലാത്തൊരു കാര്യമായിട്ട് മാറും. എഴുത്തിൽ വളരെ കംഫർട്ടബിളായിട്ട് എഴുതാവുന്ന ഒരു കാര്യം എന്നതൊന്ന് മാറി കുറേയും കൂടെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സോണിലേക്ക് എഴുത്ത് മാറുന്നതും ഈ സമയത്ത് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ നിശബ്ദരായിട്ടിരിക്കാം, എഴുതാതിരിക്കാം. പക്ഷേ എഴുത്തിൻ്റെ ഒരു സർഗാത്മകമായിട്ടുള്ള ചില വഴികളുണ്ട്, പ്രത്യേകിച്ച് ഫിക്ഷനിലൊക്കെ. ശ്രീലങ്കയെക്കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ ശ്രീലങ്കയെക്കുറിച്ച് മാത്രമല്ല എഴുതുന്നത് എന്ന് വായനക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. 2014 ഞാൻ ശ്രീലങ്കയെപ്പറ്റി സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന നോവൽ എഴുതുന്നത്. 2014 ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം, ആ നോവലിൽ പറയുന്ന കാര്യങ്ങളുടെ പ്രാധാന്യം, അത് ടാർഗറ്റ് ചെയ്യുന്നൊരു ഡിസ്കോഴ്സ്, ഇതൊക്കെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പം എഴുത്തിൽ അങ്ങനെയും ചില വഴികളുണ്ട്. നമ്മൾ വളരെ മുദ്രാവാക്യ സ്വഭാവത്തിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കില്ല, വളരെ പ്രത്യക്ഷമായിട്ടായിരിക്കില്ല, പലപ്പോഴും രൂപകങ്ങളിലൂടെ ആയിരിക്കും സംസാരിക്കുന്നത്. ശ്രീലങ്ക ഇന്ത്യയെ നോക്കിയാൽ കാണുന്ന ഒരു കണ്ണാടി പോലെയാണെന്ന് നിങ്ങൾക്ക് സങ്കല്പിച്ച് ശ്രീലങ്കയിൽ നടക്കുന്ന ഇതേ നോവലിൽ പറയുന്ന കാര്യങ്ങളെ മറ്റ് ഒരു തലത്തിൽ വായിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് പല അർത്ഥതലങ്ങളിലേക്ക് പോകാൻ പോയി. ഒരു വ്യാഖ്യാനങ്ങളുടെ അനന്തമായ സാധ്യതകളിലേക്ക് പോകാൻ കഴിയുക എന്നതാണല്ലോ ഒരു ലിറ്ററേച്ചറിൻ്റെ ഒരു രീതി. അപ്പം അത്തരം കാര്യങ്ങൾക്കുള്ള സാധ്യതയാണ്. ഇപ്പോൾ റെയിൽവേ പറ്റിയിട്ട് എൻ്റെ നോവലുണ്ട്, പച്ച മഞ്ഞ ചുവപ്പ് എന്ന് പറഞ്ഞ നോവൽ. ഇപ്പോൾ പച്ച മഞ്ഞ ചുവപ്പ് എന്ന് പറയുന്ന നോവലിൽ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയുടെ ഒരു രൂപകമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഒരേ തരത്തിൽ വരുന്ന ഇപ്പോൾ ആൽഫ എന്നുള്ള നോവലിൽ നമ്മളൊരു ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻറ്റിനെ പറ്റി പറയുന്നു. ലോക ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനാണെന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ ആ ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻ്റ് എന്നുള്ള ഒരു ഫ്രെയിം ആ നോവലിൽ കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ എഴുത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളല്ലാതെ എഴുതാത്ത കാര്യങ്ങളിലേക്കുള്ള അന്വേഷണങ്ങളും വായനയും ചിന്തയും സംവാദങ്ങൾക്കും പോകാനുള്ളൊരു ഇടമാണ് അതിനൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആയിട്ട് മാറ്റുന്നു. ഞാൻ എൻ്റെ എഴുത്തിനെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമായി കാണുന്ന ഒരാളാണ്. എന്നെപ്പോലുള്ളൊരു മനുഷ്യൻ്റെ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഭാഷ ഉപയോഗിച്ച് എഴുത്തിലൂടെ കഥകൾ പറഞ്ഞുകൊണ്ട് വായനക്കാരിലേക്ക് എത്തുക എന്നത് മാത്രമാണ്. അതിനുള്ള എളിയ ശ്രമങ്ങൾക്ക് നിങ്ങളുടെ ഈ അംഗീകാരം കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്നുണ്ട്. നിങ്ങളോട് എനിക്കേറെ നന്ദിയും കടപ്പാടുമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം, സന്തോഷം, നമസ്കാരം.